നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നലെ രാത്രി വൈകി വന്ന ഒരു വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് നമ്മളെല്ലാവരും. കലാഭവൻ നവാസ് അന്തരിച്ചു. അസ്വാഭാവിക മരണമല്ല എങ്കിൽ കൂടിയും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരമൊരു അവസ്ഥ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ വരാനിരിക്കുന്നതേയുള്ളൂ. കണ്ടിരുന്ന ഒരാളങ്ങില്ലാതായി. അമൃത കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ. ഒപ്പം ഇന്ന് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യ ഹർജിയിൽ അടക്കം വിധി വരാനിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ നിരവധിയുണ്ട്. തലക്കെട്ടുകൾ കണ്ട് തിരിച്ചു വരാം. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതിയുടെ ഉത്തരവിന്ന്. മലയാളികളായ കന്യാസ്ത്രീമാർ അറസ്റ്റിലായിട്ട് 9 ദിവസം. താൽക്കാലിക VC നിയമനത്തിൽ സർക്കാർ ഗവർണർ പോര് കടുക്കുന്നു. നിയമനം റദ്ദാക്കണമെന്ന മുഖ്യമന്ത്രിയുടെ കത്ത് അംഗീകരിക്കാതെ ഗവർണർ. വിജ്ഞാപനം സുപ്രീം കോടതി വിധി പ്രകാരമെന്ന് രാജ്ഭവൻ. നടൻ കലാഭവൻ നവാസിന് അന്ത്യാഞ്ജലി. അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാകാതെ സിനിമാ ലോകം. ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നവാസിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കോഴിക്കോട് പശുവിനെ മേയ്ക്കാൻ പോയ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കോങ്ങോട് മല സ്വദേശി ബേബി. മൃതദേഹത്തിന് സമീപം പശുവും ചത്ത നിലയിൽ. ദുരന്തങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത അധികൃതർ. കൊല്ലം മയ്യനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്ക് ഭീഷണിയായി നിർമ്മാണ സാമഗ്രികളും കൂറ്റൻ മരങ്ങളും. സ്കൂളിന് ചുറ്റുമതിൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും പഞ്ചായത്തിന് അനാസ്ഥയെന്ന് പരാതി. ഇന്ത്യ-ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇംഗ്ലണ്ട് 1ാം ഇന്നിംഗ്സിൽ 247 റൺസിന് പുറത്ത്. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 2-ന് 75 റൺസ് എന്ന നിലയിൽ. നടൻ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാനാകാതെ ഞെട്ടലിലാണ് സിനിമാ ലോകമടക്കം. ഇന്നലെ ചോറ്റാനിക്കരയിൽ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിലാണ് നവാസിനെ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ഇന്ന് രാവിലെ നടക്കും. 8:30 ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 10 മണിയോടെ പോസ്റ്റ്മോർട്ടം നടത്തും. അശ്വതി ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അതിനു മുൻപ് ഹോട്ടൽ ഓണറുടെ പ്രതികരണത്തിലേക്ക്. ഷൂട്ടിങ് കഴിഞ്ഞ് ചെക്കൗട്ടാന്ന് പറഞ്ഞിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചു പറഞ്ഞല്ലോ. അങ്ങനെ 3 റൂമാണ് ഇവിടെ എടുത്തിരുന്നത്. ഒരു റൂമിൽ ആള് ചെക്കൗട്ടായി പോയി. 209-ലാണ് നവാസ് താമസിച്ചത്. അപ്പം പുള്ളി ചെക്കൗട്ട് ആകത്തിന്റെ പേരിൽ നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെന്ന് റൂമിൽ നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ നോക്കിയില്ല. ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ റൂം തുറന്നില്ല. അങ്ങനെ റൂം പോയി ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആള് തറ കിടക്കുമായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ അവിടെ വിളിച്ചു പറഞ്ഞ് അവരെത്തി. ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആള് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നീട് എന്ത് സംബന്ധിച്ചത് അറിഞ്ഞില്ല. ഏത് ദിവസം അദ്ദേഹം റൂം എടുത്തത്? 24 തീയതി. വേദന ഹോസ്റ്റലിലേക്ക് കൊണ്ടു. ഹോട്ടലിലെ ജീവനക്കാരും സിനിമയുടെ ആൾക്കാരും കൂടിയാണ്. അശ്വതി ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അശ്വതി, മലയാള സിനിമയിലെ ആ ചിരിയുടെ സൗമ്യ മുഖം അപ്രതീക്ഷിതമായി അങ്ങ് ഇല്ലാതായിരിക്കുന്നു. അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചിരിക്കുന്നു. ഈ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ അടക്കമൊന്നും ഇല്ലായിരുന്നു, സന്തുഷ്ടനായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ 51-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ സംഭവിച്ചു എന്നത് നമുക്കെല്ലാം അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം നടപടികളടക്കം കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? തീർച്ചയായും സ്വപ്ന, പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം, പ്രാഥമികമായ നിഗമനം ഹൃദയാഘാതം പോലുള്ള എന്തോ ആണ്. അതായത് ഹൃദയാഘാതം ഉണ്ടാകാനാണ് സാധ്യത എന്ന്, അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം കുഴഞ്ഞു വീണിരിക്കുക എന്നതാണ് ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമാണ്, റിസൾട്ട് വന്നതിന് ശേഷമാണ് നമുക്കത് സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് 10:30 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ്
മനസ്സിലാക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണുള്ളത്. ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രിയോടെയാണ് കലാഭവൻ നവാസിനെ ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ സ്ഥിതിയിൽ കണ്ടെത്തുന്നത്. അദ്ദേഹം ഇന്നലെ അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടതായിരുന്നു, മുറി ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. പക്ഷെ അത് വൈകിയതിനെ തുടർന്നാണ് ഹോട്ടൽ ഉടമയും സുഹൃത്തുക്കളും എല്ലാം തന്നെ അവിടെ പോയി നോക്കുകയും വിളിച്ചിട്ടും കിട്ടിയിരുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുകയും അദ്ദേഹം തറയിൽ കുഴഞ്ഞ് വീണ് കിടക്കുന്നത് കാണുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന്റെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി സമയം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം വളരുകയും വലിയ കലാകാരനായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ള കലാഭവനിലാണ് ഇന്ന് പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അതിനുശേഷം വൈകുന്നേരം 4:30 മണിയോടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഖബറടക്കം. 4:30-5 മണിക്ക് ശേഷമായിരിക്കും ഖബറടക്കം ഉണ്ടാവുക. കേരളത്തിൽ മലയാളത്തിലെ വലിയ കലാകാരൻ തന്നെയാണ്. മിമിക്രി രംഗത്ത് നിരവധി സ്റ്റേജുകൾ കീഴടക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. കീഴടക്കിയ കലാകാരനാണ്. അതിനുശേഷം സിനിമയിലേക്ക് വരുന്നു. സിനിമയിലും ഒട്ടനവധി സിനിമകളുടെ ഭാഗമാകുന്നു. ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിരുന്നു. ഹാസ്യ കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ കലാകാരന്മാരാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ കലാകാരനായിരുന്നു. നാടക പ്രവർത്തകരും നാടക അഭിനേതാവും സിനിമ നടനും ഒക്കെയായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ നിയാസ് മിമിക്രിയിലും അതുപോലെ തന്നെ സിനിമാ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച ആളാണ്. ഏതായാലും വലിയ ഒരു സുഹൃത്ത് വലയം കൂടി അദ്ദേഹത്തിന് കൊച്ചിയിലുണ്ട്. ഇവരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് കലാഭവനിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും പരിചയക്കാരും ആരാധകരും ഒക്കെ ആയിട്ട് നിരവധി ആളുകളുണ്ട്. അവരെല്ലാവരും കലാഭവനിലേക്ക് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. 10:30 മണിക്ക് ശേഷമായിരിക്കും ഇന്നത്തെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. സ്വപ്ന. മലയാളി ഇന്നും കുടുകൂടെ ചിരിപ്പിച്ച ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗം പോലെ അങ്ങേയറ്റം പരിചിതമായ ഒരു അയൽപക്കക്കാരൻ എന്ന രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന എപ്പോഴും ചിരിയുമായി നിൽക്കുന്ന ആ സൗമ്യ മുഖം. കലാഭവൻ നവാസ് അന്തരിച്ചു. ഇന്നലെ രാത്രി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ മരണവിവരം പുറത്തു വന്നത്. എന്തായാലും എന്ത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനിയും അതിൻ്റെ വിവരങ്ങളെല്ലാം ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. അശ്വതിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി ഇന്ന് ഉത്തരവ് പറയും. സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യ ഹർജിയെ എതിർത്തത്. പരസ്യമായ എതിർപ്പ് കോടതിയിൽ ഉന്നയിച്ചില്ല എങ്കിലും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. കേസ് ഡയറി പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അമൃതോ ദാസാണ് കന്യാസ്ത്രീകൾക്കായി ഹാജരായത്. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് 9 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുകയാണ്. സർക്കാർ ഗവർണർ പോര് ശക്തമാകുന്നു. സർക്കാരിന്റെ പാനൽ തള്ളി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിൽ നിയമിച്ചിരുന്നു. നിയമനം റദ്ദാക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രി നൽകിയ കത്ത് ഗവർണർ അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി അംഗീകരിച്ചാണ് നിയമനമെന്നാണ് അതേസമയം രാജ്ഭവൻ പറയുന്നത്. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഈ താൽക്കാലിക വിസിമാരുടെ നിയമനം സർക്കാർ പാനലിൽ നിന്നാകണം എന്ന സുപ്രീം കോടതി അതിൻ്റെ നിർദ്ദേശം അതാണ് ഒരുപക്ഷെ ചാൻസലർ കൂടിയായ ഗവർണർ തള്ളിയിരിക്കുന്നത്. പക്ഷേ രാജ്ഭവൻ പറയുന്നത് സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിയമനമെന്നാണ്. തീർച്ചയായും സ്വപ്ന, ഈ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഈ താൽക്കാലിക വിസിമാരെ നിയമിക്കുന്നത്, അതായത് വിസിമാരുടെ പുനർനിയമനം സംബന്ധിച്ച കാര്യത്തിലാണ് ഈ ഗവർണറും സർക്കാരുമായിട്ടുള്ള പോര് വീണ്ടും കനക്കുന്നത്. ഈ ഒരു താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിലാണ് നിയമിച്ചത്. സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനമെന്നാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം. കാരണം ഈ പിരിച്ചുവിട്ടവരെ പുനർനിയമിക്കാമെന്ന സുപ്രീം കോടതി വിധി മാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാജ്ഭവൻ ഇത്തരമൊരു നിലപാട്
നിലപാടെടുക്കുന്നത്. എന്നാൽ സർക്കാർ നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം ഈ വിസിമാരെ ഇനി പുനർനിയമിക്കുന്നതെന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. ആ പാനലിനെ പാടെ തള്ളിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കവുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്ഭവൻ പറയുന്നത് അനുസരിച്ച് ഈ സുപ്രീം കോടതി വിധിയിൽ ഈ പുനർനിയമനവുമായിട്ട് ബന്ധപ്പെട്ട് പിരിച്ചുവിട്ടവരെ പുനർനിയമിക്കാം എന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാരമാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലുമായി ഡോക്ടർ സിസാദ് തോമസിനെയും ഡോക്ടർ കെ ശിവപ്രസാദിനെയും വീണ്ടും നിയമിച്ചത്. എന്നാൽ ഈ സുപ്രീം കോടതി വിധിയെ മാനിക്കാത്ത തരത്തിലുള്ളൊരു ഇടപെടലാണ് ഇത്തരത്തിൽ ഗവർണറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സർക്കാർ പറയുന്നത്. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാൻസലറും സർക്കാരുമായി ഒരു സമവായത്തിലെത്തണം, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മാസം 13-ന് സുപ്രീം കോടതി ഇക്കാര്യം വീണ്ടും പരിഗണിക്കും. ആ ഒരു സമയത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിരിക്കും സർക്കാരും ശ്രമിക്കുന്നത്. സ്വപ്ന, സർക്കാർ ഗവർണർ ഒരിടവേളയ്ക്ക് ശേഷം വലിയൊരു തലത്തിലേക്ക് പോവുകയാണ്, വലിയൊരു കൂടുതൽ സ്വാരസ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. സർക്കാരിൻ്റെ പാനൽ തള്ളി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാരെ ഗവർണർ സ്വന്തം നിലയിൽ നിയമിക്കുന്ന സാഹചര്യം. മുഖ്യമന്ത്രി നൽകിയ കത്ത് ഗവർണർ അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി അംഗീകരിച്ചുള്ള നിയമനമെന്നാണ് രാജ്ഭവൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്തയിൽ കോഴിക്കോട് കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോങ്ങാട് സ്വദേശി ബോബിയാണ് മരിച്ചത്. മൃതദേഹത്തിന് സമീപം വളർത്തു പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തി. ലക്ഷ്മിപ്രിയ ചേരുകയാണ് വിവരങ്ങളുമായി. ലക്ഷ്മിപ്രിയ, ഈ പശുവിനെ മേയ്ക്കാനായി ഈ വീട്ടമ്മ പോയി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കാടിന് സമീപത്താണ് ഇവരുടെ വീട് അല്ലെങ്കിൽ പോയത് എങ്കിൽ കൂടിയും അവരുടെ മൃതദേഹത്തിലോ അല്ലെങ്കിൽ ഈ പശുവിൻ്റെ ദേഹത്തോ മറ്റ് പരിക്കുകളൊന്നും കാണുന്നില്ല. ഇത് തന്നെ വലിയ രീതിയിലുള്ള ഒരു അസ്വാഭാവികത ഉണ്ടാക്കുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? സ്വപ്ന, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ ബോബിയുടെ മൃതദേഹവും അതിന് സമീപത്തായി വളർത്ത് പശുവിനെ ചത്ത നിലയിലും കണ്ടെത്തുന്നത്. സംഭവം ഇതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ പശുവിനെ കാണാതായിരുന്നു. ഇതേ തുടർന്ന് കോങ്ങാടിലുള്ള മലയിലേക്ക് ഈ പശുവിനെ തേടി ബോബി പോവുകയായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വനംവകുപ്പും എല്ലാം പരിശോധന നടത്തിയിരുന്നു ഇവരെ കാണാതായതിനെ തുടർന്ന്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധന രാത്രി 12 മണിയോടെയാണ് ബോബിയുടെ മൃതദേഹവും അതുപോലെ തന്നെ അതിന് സമീപത്തായി വളർത്തു പശുവിനെ ചത്ത നിലയിലും കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും അതായത് ബോബിയുടെ ശരീരത്തിനും അതുപോലെ തന്നെ പശുവിന്റെ ശരീരത്തിലും കൂടുതൽ പരിക്കുകളൊന്നുമില്ല. ഇതാണ് അസ്വാഭാവികത തോന്നിക്കാനുള്ള പ്രധാന കാരണം എങ്ങനെ മരിച്ചത് എന്നുള്ള നിലയിൽ ഇതുവരെയായിട്ടൊരു സ്ഥിരീകരണം എത്തിയിട്ടില്ല. ഏതായാലും ബോബിയുടെ മൃതദേഹം കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതായാലും രാവിലെയോടുകൂടി തന്നെ കുറച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ വെച്ച് തന്നെയാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കുക. ഇതിനുശേഷമാണ് ഏത് തരത്തിലാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിലടക്കം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സ്വപ്ന, കോഴിക്കോട് കാണാതായ വീട്ടമ്മയും തൊട്ടടുത്ത പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയായിരുന്നു. ഒപ്പം മൃതദേഹത്തിന് സമീപം വളർത്ത പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങളുമായി ചേർന്നത്. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നും ഷോക്കേറ്റ് മിഥുൻ എന്ന 8ാം ക്ലാസ്സുകാരൻ മരിച്ചത്. തുടർന്ന് ഈ സംസ്ഥാനം മുഴുവൻ ആകമാനം ഈ സ്കൂളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള ഒരു LP സ്കൂൾ പ്രവർത്തിക്കുന്നത് ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു അപകടത്തിൻ്റെ നടുവിൽ നിന്ന് പറയേണ്ടി വരും. മയ്യനാട് പഞ്ചായത്തിലെ ഗവൺമെൻറ് ശാസ്താംകോവിൽ LP സ്കൂളിൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥ മൂലം ഇങ്ങനെയൊരു അവസ്ഥ തുടരുകയാണ്. കൊല്ലം മയ്യനാട് പഞ്ചായത്തിലെ ഗവൺമെന്റ് ശാസ്താംകോവിൽ LP സ്കൂളിലേക്ക് ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നത് അപകടങ്ങളൊന്നും ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ്. പ്രീ പ്രൈമറി ക്ലാസുകൾ മുതൽ 4ാം ക്ലാസുകൾ വരെയുള്ള ഇവിടെ സമീപ പ്രദേശത്തെ സാധാരണക്കാരായവരുടെ കുരുന്നുകളാണ് പഠിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. ക്ലാസ് മുറികളിൽ നിലത്തുപാകിയ ടൈലുകൾ ഇളകി തുടങ്ങിയപ്പോൾ അപകട സാധ്യത കണക്കിലെടുത്ത് പൂർണ്ണമായും ഇളക്കി മാറ്റി. പക്ഷേ പുതിയവ ഇടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് പഞ്ചായത്ത് അധികൃതർ എത്തി ക്ലാസ് റൂമുകൾ സന്ദർശിച്ച ശേഷം ടൈലുകളെല്ലാം ഉടൻ തന്നെ ഇളക്കി മാറ്റാമെന്നും സ്കൂൾ തുറന്ന് ദിവസങ്ങൾക്കുള്ളിൽ ടൈലുകൾ പാകി പുനർനിർമ്മിക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ടൈലുകൾ മുഴുവൻ ഇളക്കി മാറ്റുക അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതോടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം വലിയ അപകടാവസ്ഥയിലായി. ഇന്നല്ലെങ്കിൽ നാളെ, ഇതായിരുന്നു സ്കൂൾ അധികൃതർക്ക് പഞ്ചായത്ത് നൽകിയ ഉറപ്പ്.
പക്ഷേ നാട്ടിലിപ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്ക് ഈ ഉറപ്പാണ് പഴഞ്ചൊല്ലായി ഉപയോഗിക്കുന്നത്. ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് വിശ്രമവേളകളിൽ പുറത്തിറങ്ങാൻ അനുവാദമില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് എന്നൊന്ന് ഇവിടെയില്ല. കാരണം കുരുന്നുകളെ ക്ലാസ് മുറികളിൽ നിന്നും പുറത്തിറക്കാൻ അധ്യാപകർക്ക് പേടിയാണ്. സ്കൂൾ പരിസരത്തുള്ള വലിയ മരങ്ങൾ മറ്റൊരു അപകട ഭീഷണിയാണ്. മാവിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാത്തതുകൊണ്ട് അസംബ്ലി മുടങ്ങിയിട്ട് മാസങ്ങളായി. നിരവധി തവണ പഞ്ചായത്തിൽ സ്കൂളിൻ്റെ അവസ്ഥ കാണിച്ച് പരാതികൾ നൽകി. എന്നാൽ ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടായില്ല. വികസന പ്രവർത്തനങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും ഇവിടെ പഞ്ചായത്തിന് ചിലവഴിക്കാൻ ഫണ്ടുകൾ നിരവധിയുണ്ട്. പക്ഷേ അവ ചിലവഴിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകളാണ് ഈ കാണുന്നത്. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. സ്കൂളിൻ്റെ ഈ അവസ്ഥ കൊണ്ട് പലരും ഇവിടുത്തെ പഠനം തന്നെ അവസാനിപ്പിച്ചു. പക്ഷേ മറ്റൊരു മാർഗവും ഇല്ലാത്ത രക്ഷിതാക്കൾ പ്രാർത്ഥനയോടെ കുട്ടികളെ ഇവിടേക്ക് അയക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഇവിടുത്തെ അപകടകരമായ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കി തരണമെന്നാണ് ഈ രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത്. ടൈലിൻ്റെ പ്രശ്നമുണ്ട്, അതിപ്പോൾ ഇളക്കി വെച്ചിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതൊക്കെ ഒന്ന് പഞ്ചായത്തുകാരൊക്കെ ഇടപെട്ടൊന്ന് ശരിയാക്കി കിട്ടിയാൽ അവർ ശരിയാക്കി തരാമെന്ന് തന്നെ നമുക്ക് പറയുന്നത്. ആ വാക്കിൽ വിശ്വാസമുണ്ട്. പക്ഷേ എത്രയും പെട്ടെന്ന് സാധിച്ചു തന്നാൽ നമ്മുടെ കുട്ടികളുടെ ഒരു സുരക്ഷ, ഇപ്പോഴത്തെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലേ, അത് വെച്ചിട്ടൊരു സുരക്ഷ നമുക്ക് ഉറപ്പാക്കണം. കാട് പിടിച്ച് നല്ല ഒരു സേഫ്റ്റി നമ്മൾ ഏത് സ്കൂളിൽ ചെന്നാലും ചുറ്റുമതിലുണ്ട്. ഇതിന് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ ഇല്ല. പക്ഷെ പുറത്തോട്ട് അവർക്കൊരു കളിസ്ഥലമോ അങ്ങനെയൊന്നൊരു ഫ്രീഡം, അതായത് ഗ്രൗണ്ട് അങ്ങനെയൊന്നും ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല. അതൊക്കെ ഉള്ളൂ. പിന്നെ സ്പോർട്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഓരോ സ്കൂളിൽ കാണുന്നുണ്ട്. സ്പോർട്സിൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ അങ്ങനെ മുൻഗണനയായിട്ട് ഒരു PT ടീച്ചറെങ്കിലും നമുക്കൊരു ആവശ്യങ്ങളാണ് ഓരോ കാര്യങ്ങൾക്ക്. അങ്ങനെ പോലും ഒരു കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാനില്ല. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മരം, അതിങ്ങനെ ഒരു കാലപ്പഴക്കം ചെന്നിങ്ങനെ അപകടമായിട്ട് നിൽക്കുകയാണ്. കാരണം അതിങ്ങനെ നല്ലൊരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് മതിലിനോട് അങ്ങ് ചേർന്ന് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മതിലിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പല പ്രാവശ്യവും നമ്മൾ പഞ്ചായത്തിൽ പോയി പരാതി കൊടുത്തിട്ടും അവർ ഇപ്പോൾ ശരിയാക്കി തരാമെന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തു തന്നില്ല. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് കുറച്ച് ശീകരമൊക്കെ ഒന്ന് വെട്ടി തന്നിട്ട് പിന്നെ പറഞ്ഞ് ഈ ടൈല് ഒരു കാര്യം ചെയ്യാൻ എല്ലാം ഇളക്കി തരാം, എന്നിട്ട് ഒരു 10 ദിവസത്തിനകത്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം വന്ന് കുത്തി ഇളക്കി 10 ദിവസത്തിനകത്ത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കടന്നുപോയി. എന്നിട്ട് ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ഈ പത്തനംതിട്ടയിലെ ഉള്ളല്ലൂർ ഗവൺമെൻറ് DVNSS LP സ്കൂൾ, ശരിക്കും അവിടെയും ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയാണ്. കാലപ്പഴക്കമാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീർണാവസ്ഥയിലാണ് കെട്ടിടങ്ങളെല്ലാം. പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് ഈ വർഷം വരെ സ്കൂളിന് ഫിറ്റ്നസ് രേഖ ലഭിച്ചത്. പക്ഷേ അടുത്ത വർഷം അനുമതി ലഭിക്കുമോ എന്ന ആശങ്കയിൽ അധികൃതരും രക്ഷിതാക്കളും തുടരുകയാണ്. 1938 നിർമ്മിച്ചതാണ് ഉള്ളന്നൂർ ഗവൺമെന്റ് DVNSS LP സ്കൂൾ. 60 കുട്ടികൾ നിലവിൽ പഠിക്കുന്നുണ്ട്. സ്കൂളിന്റെ ചുമരുകളും അവയ്ക്ക് താങ്ങായി നിർമ്മിച്ച തൂണുകളും ജീർണിച്ച് വിള്ളൽ വീണതാണ്. തുടർച്ചയായുള്ള മഴ കാരണം ബലക്ഷയം വർദ്ധിച്ചു. പലതവണ ഗ്രാമപഞ്ചായത്തുകളിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ്റനൻസ് കൊണ്ട് പോരാത്ത രീതിയിലുള്ള കാലപ്പഴക്കമല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുമായിരുന്നു. പുറകിൽ കാണാമല്ലോ സപ്പോർട്ട് കൊടുത്തിങ്ങനെ നിർത്തി. ആ സപ്പോർട്ടും വിണ്ട് കയറിയിട്ടുണ്ട്. പിന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ചോർച്ച ഉണ്ടാകുന്നു. ഓടൊക്കെ മാറ്റി ഇട്ടണൊക്കെ പോലും ഉണ്ടായി. ശാശ്വതമായ പരിഹാരം പുതിയൊരു സ്കൂൾ ബിൽഡിംഗ് തന്നെയാണ്. കാലപ്പഴക്കത്തിൽ ബലക്ഷയം വന്ന ഈ കെട്ടിടത്തിനും ഫിറ്റ്നസ് നൽകിയിട്ടുണ്ട്. പുതിയ കെട്ടിടം അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫിറ്റ്നസ് നൽകിയതെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യത്തിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി വീണ ജോർജിന് 2022 നാട്ടുകാർ നിവേദനം നൽകിയതാണ്. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിക്കും നൽകി. ഇതുവരെ നടപടിയൊന്നുമായിട്ടില്ല. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട. സംസ്ഥാന സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യാനുള്ള കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തുടക്കമാവുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സിനിമാ നയ രൂപീകരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തുടക്കമാകും. നല്ല സിനിമ നല്ല നാളെ എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ചലച്ചിത്ര നയ രൂപീകരണത്തിനായി ഇന്നും നാളെയുമായി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നിയമസഭയിലെ R ശങ്കരനാരായൺ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കുന്ന പരിപാടി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മോഹൻലാലും സുഹാസിനിയും അതിഥികളാകും. കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട 9ഓളം വിഷയങ്ങളിൽ ചർച്ച നടക്കും. 500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും.
WCC അംഗങ്ങളും കോൺക്ലേവിന്റെ ഭാഗമാകും. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. കോടതി റിമാൻഡ് ചെയ്ത വിനീതയ്ക്കും രാധാകുമാരിക്കുമായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കേസിലെ മറ്റൊരു പ്രതിയായ ദിവ്യയ്ക്കായുള്ള അന്വേഷണം തുടരുകയാണ്. ജീവനക്കാരികൾ QR കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്ന കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് നടപടി. ദിയയുടെ കടയിൽ നിന്നും ജീവനക്കാരികൾ പണം തട്ടിയെടുത്തതിന് തെളിവുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് 3 ജീവനക്കാരികളുടെയും ബാങ്ക് രേഖകൾ. ചരിത്രപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ വില വർദ്ധിപ്പിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഭക്തരുടെ പ്രതിഷേധം ശക്തമാകുന്നു. പാൽപ്പായസത്തിന്റെ വില 100 രൂപ വർദ്ധിപ്പിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെയാണ് ഭക്തർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിലവിൽ ലിറ്ററിന് 120 രൂപയാണ് പാൽപ്പായസത്തിന്റെ വില. ഇത് 100 രൂപ വർദ്ധിപ്പിച്ച് 260 രൂപയാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. ദേവസ്വം ബോർഡ് വഴിപാടുകൾക്ക് 20% വിലവർധന നടപ്പാക്കിയപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് 60%-ലധികം വിലവർധനവാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗുണമേന്മ മെച്ചപ്പെടുത്താൻ എന്ന പേരിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ പുതിയ നീക്കം. എന്നാൽ ഓരോ തവണയും ഈ പേരിൽ വിലവർധനവ് നടപ്പാക്കുകയും ഗുണനിലവാരം മോശപ്പെടുകയുമാണ് ചെയ്യുന്നത്. ചിങ്ങം 1 മുതൽ വിലവർധനവ് നിലവിൽ വരും. 10 വർഷത്തിന് മുൻപാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ വില 160 രൂപയാക്കി ഉയർത്തിയത്. അതേസമയം ക്ഷേത്രത്തിൽ നടന്നു വന്ന നിത്യ അന്നദാനവും മുന്നറിയിപ്പില്ലാതെ നിർത്തിവെച്ചു. അന്നദാനം നൽകാനെന്ന പേരിൽ ഭക്തരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അന്നദാനം നടക്കുന്നില്ല. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വാസുദേവ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് അധികൃതർ പിന്മാറിയില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണിവർ. അമൃത ന്യൂസ്, ആലപ്പുഴ. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് പകർന്ന് പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രൂട്ട് ഗ്രാമം പദ്ധതി. മലയാളികൾ വിപണിയിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ ഇനങ്ങൾ അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ, അതും ജൈവ കൃഷിയിലൂടെ. മാംഗോസ്റ്റിൻ, അവക്കാഡോ, റംബുട്ടാൻ, മിറാക്കിൾ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, അബിയു തുടങ്ങി ഞാവലും പേരക്കയും വരെ സമൃദ്ധമായി വിളയുന്നുണ്ട് തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ. കൃഷി, വ്യവസായം, ടൂറിസം വകുപ്പുകളുമായും ത്രിതല പഞ്ചായത്തുകളുമായും ചേർന്ന് ആവിഷ്കരിച്ച ഫ്രൂട്ട് ഗ്രാമം എന്ന പദ്ധതി പൂർണ്ണ വിജയം എന്നു തന്നെ പറയാം. പ്രദേശത്തെ കർഷക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അടുത്തിടെ 3 ദിവസം നീണ്ടുനിന്ന ഫ്രൂട്ട് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു. ഈ ഫെസ്റ്റിലൂടെ തങ്ങളുടെ വിളകൾ വിറ്റഴിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. ഈ പ്രാവശ്യം നമ്മൾ ഫ്രൂട്ട് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്തു. ഫ്രൂട്ട് ഫെസ്റ്റിന് നല്ല രീതിയിൽ കച്ചവടമായിട്ടുണ്ട്. പഞ്ചായത്ത് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ താല്പര്യമുള്ളതുമായിട്ട് 130 കർഷകരെ ചേർത്തുകൊണ്ട് ഒരു ക്ലസ്റ്റർ ഫോർമേഷനാണ് നമ്മൾ കൃഷി വകുപ്പിൻ്റെ അണ്ടറിലും പഞ്ചായത്ത് അണ്ടറിലുമായിട്ട് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു നല്ലൊരു കുറച്ച് മാർക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. പദ്ധതിയിലൂടെ ഫലവൃക്ഷ കൃഷി കൂടുതൽ വ്യാപകമാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തുൾപ്പെടെ വിപണി കണ്ടെത്തുന്നതിനുമൊപ്പം ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് തോട്ടപ്പുഴശ്ശേരി പോലുള്ള മേഖലയിൽ ധാരാളം ടൂറിസം സാധ്യതകളുള്ള പ്രദേശമാണ്. കൃഷിക്ക് വളരെ പ്രാമുഖ്യമുള്ള പ്രദേശമാണ്. ഇവിടെ മണ്ണ് വളരെ ഫലഭൂയിഷ്ഠമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഫ്രൂട്ട് ഇനങ്ങൾ നമ്മുടെ പ്രദേശത്ത് തൈകൾ കൊടുത്ത് ഉൽപ്പാദിപ്പിച്ച് വളർത്തി അത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും നമ്മുടെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ അത് വ്യാവസായികമായി തന്നെ കയറ്റി വിടുന്നതിനാവശ്യമായ ഒരു സഹകരണവും സഹായവുമാണ് തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. പമ്പാ തീരത്തെ ഫലഭൂയിഷ്ഠമായ ഈ മണ്ണിൽ എന്തും വിളയിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ കർഷകർ. ഫ്രൂട്ട് ഗ്രാമം പദ്ധതി സംസ്ഥാനത്ത് തന്നെ മാതൃകയാക്കാവുന്നതാണെന്നും ഇവർ തെളിയിക്കുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. നമ്മളിൽ പലരും ഇപ്പോൾ ഈ പഞ്ചസാര നമ്മുടെ നിത്യോപയോഗത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. മറ്റൊന്നുമല്ല, അതിൻ്റെ ഒരുപാട് ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു നടപടി. പക്ഷേ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ശർക്കര. പക്ഷേ ശർക്കര ഉപയോഗിക്കുന്നവർക്കായി പുതിയ രൂപത്തിലും രുചിയിലുമൊക്കെ അത് എത്തുകയാണ്. കോഴിക്കോട് ചെലവൂരിലെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുതിയ ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കാൻ തയ്യാറെടുക്കുകയാണ്. ഷുഗർ ക്യൂബ്സ് മാതൃകയിലുള്ള ശർക്കര ക്യൂബുകളാണ് ഇവിടുത്തെ താരം. ഏലം, ഇഞ്ചി, കുരുമുളക് എന്നിങ്ങനെ വ്യത്യസ്ത രുചികളിലുള്ള ക്യൂബുകളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്.
ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിലെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി വിഭാഗമാണ് മറയൂർ ശർക്കരയിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ സത്തുകൾ ചേർത്ത് 4 ഗ്രാം വരുന്ന ക്യൂബുകൾ തയ്യാറാക്കിയത്. വ്യത്യസ്ത രുചികളിൽ കാപ്പി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഗ്ലാസിൽ 3 ക്യൂബുകൾ വരെ ഉപയോഗിക്കാം. 150 ml വെള്ളത്തിൽ 3 ജാഗറി ക്യൂബ്സ് എന്ന അളവിൽ വ്യത്യസ്തമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഫ്ലേവറുകളിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പൊടിച്ച സ്പൈസസിന് പകരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ സത്ത് ചേർത്താണ് നമ്മളിവിടെ പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം 100% യൂട്ടിലൈസേഷൻ ഓഫ് ദാറ്റ് സ്പൈസ് ഫ്ലേവർ എന്നൊരു രീതിയിൽ നമുക്കതിനെ വിശദീകരിക്കാൻ സാധിക്കും. മറ്റ് ശർക്കരകളെ അപേക്ഷിച്ച് 1.5 വർഷത്തോളം കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നതാണ് ശർക്കര ക്യൂബുകളുടെ പ്രത്യേകത. ഒരു സ്റ്റാർട്ടപ്പ് എൻ്റർപ്രൂണർ സിഗ്നേച്ചർ ഫുഡ്സ് ഫ്രം തൃശ്ശൂർ ഇത് ഓൾറെഡി ഈ ടെക്നോളജി നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അവർ അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ ടെക്നോളജി നമുക്ക് അന്വേഷിച്ച് ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് ഡെവലപ്പ് ചെയ്യാനും ആൻഡ് ചിലത് സെക്കൻഡ് സെയിൽ റീസെയിൽ ചെയ്യാനുമായിട്ടാണ് വരുന്നത്. പുതിയ രുചികളിലുള്ള ശർക്കര ക്യൂബുകൾക്ക് മികച്ച വിപണി കണ്ടെത്താൻ സാധിക്കുമെന്ന് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി വിഭാഗം മേധാവി ഡോക്ടർ വി ശ്രീനിവാസൻ പറയുന്നു. So what the innovation is, we use the oleoresin, which is already the essence of the spice, directly into the soluble sugars. ഇത് കുറച്ചുകൂടി ജാഗറിയിൽ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ ടുവേഴ്സ് നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ ജാഗറിയിൽ തന്നെ അത് ക്യൂബായിട്ട് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ റീച്ച് ദി ഫുഡ് ടേബിൾ ഈസിലി ആൻഡ് ദേ ക്യാൻ ഗെറ്റ് ദി സ്പൈസ് ഫ്ലേവേർഡ് ജാഗറി ക്യൂബ്സ്. ഷുഗർ ക്യൂബ്സ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ജാഗറി ക്യൂബ് ആയാൽ കുറച്ചുകൂടി മാർക്കറ്റ് റീച്ച് ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തത്. അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പോയ വാരം വിപണിയെ എങ്ങനെ വിലയിരുത്താം? എന്തൊക്കെയാണ് പ്രധാനമായും വിപണിയെ സ്വാധീനിച്ച ഘടകങ്ങൾ? കഴിഞ്ഞ ആഴ്ചയും വിപണി നഷ്ടത്തിലായിരുന്ന വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഏതാണ്ട് 1% മുൻനിര ഓഹരി സൂചികളിൽ നഷ്ടമുണ്ടായത്. രണ്ടാം നിര ചെറുകിട ഓഹരികളും സമാനമായ നഷ്ടമുണ്ടായി. ഇത് തുടർച്ചയായി 5ാമത്തെ ആഴ്ചയാണ് വിപണിയിൽ വിൽപ്പന തുടരുന്നതും നഷ്ടത്തിൽ അവസാനിക്കുന്നതും. എന്നാൽ ആഗോള സാഹചര്യങ്ങളിൽ തികച്ചും തൃപ്തികരവും ആഗോള വിപണികളിൽ പലതിലും മുന്നേറ്റത്തിൽ വ്യാപാരം തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിപണിയിൽ കാണുന്ന ഇപ്പോഴത്തെ വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിട്ടുള്ള 1-2 സംഭവ വികാസങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് US ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുതിയ താരിഫ് നിർദ്ദേശം വലിയ തോതിൽ വിപണിയെ സ്വാധീനിക്കുകയുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി വിപണിയിൽ തുടരുന്ന കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ പലതും വേണ്ട രീതിയിൽ മെച്ചപ്പെടാത്തതോ അല്ലെങ്കിൽ വിപണിയുടെ പ്രതീക്ഷയ്ക്കത്ത് ഉയരാതിരുന്നതോ അതും വിപണിയെ സ്വാധീനിക്കുകയുണ്ടായി. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പനയും ഒരു പരിധിവരെ വിപണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു വിൽപ്പനയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന തുടരുകയുമാണ്. വരും ദിവസങ്ങളിലും ഉയർന്ന തോതിലെ കയറ്റിറക്കങ്ങൾ വിപണി തുടരാൻ തന്നെയാണ് സാധ്യത. സാങ്കേതികമായി ഇപ്പോൾ 24,500 എന്ന നിലവാരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലവാരം. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയോ 25,000 ഭേദിച്ച് മുന്നേറുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇനി വിപണിയിലൊരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ളതിന് പ്രതീക്ഷയുള്ളൂ. മറിച്ചാണെങ്കിൽ ഈ ഒരു നില തുടരുകയാണെങ്കിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന നിലവാരമായി കാണുന്നത് 24,000 ആ 24,000 നീങ്ങാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും അടുത്ത ആഴ്ചയും വലിയ ഉയർന്ന തോതിലെ കയറ്റിറക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കണം. വിൽപ്പന തുറന്നേക്കും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. നന്ദി ശ്രീ ദിലീപ്. KSFE സ്റ്റാഫ് അസോസിയേഷൻ CITUവിൻ്റെ 31ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൃശ്ശൂരിൽ തുടക്കമായി. റീജിയണൽ തിയേറ്ററിൽ ആരംഭിച്ച സമ്മേളനം CITU ദേശീയ ജനറൽ സെക്രട്ടറി തപൻ സെൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റും CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എളമരം കരീം അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ, നേതാക്കളായ ദീപ K രാജൻ, KN ഗോപിനാഥ്, KSFE ഓഫീസേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി അരുൺ ബോസ്, KSFE റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി AN സോമനാഥൻ, KSFE ഏജൻറ്റ്സ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി EK സുനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. രാമ 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 രാമ
രാമ രാമ പാഹി മാം. സൗഭാഗ്യം പങ്കിടാൻ ഒട്ടേറെ പേരുള്ളപ്പോൾ പാപഭാരം പങ്കിടാൻ അവനവൻ മാത്രമേ കാണൂ എന്ന യാഥാർത്ഥ്യമാണ് രാമായണം പഠിപ്പിക്കുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. മഹത്തുക്കൾ വഴികാട്ടിയപ്പോഴാണ് കാട്ടാളനിൽ നിന്നും ആദി കവിയിലേക്കുള്ള രത്നാകരൻ്റെ പരിവർത്തനമുണ്ടായതും ലോകത്തിന് വഴികാട്ടിയായ ഇതിഹാസ കാവ്യമുണ്ടായതെന്നും സ്വാമിജി ഓർമ്മിപ്പിച്ചു. ശരീരത്തെയും മനസ്സിനെയും രണ്ടായി കാണുന്ന മഹാത്മാക്കൾ എങ്ങനെയാണ് ശാന്തചിത്തരായി പാപികളായവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്നത് എന്നും അദ്ദേഹം സോദാഹരണം വിശദീകരിക്കുന്നു. ഓം അമൃതേശ്വരിയായി നമഃ. രാമായണം എഴുതിയത് തന്നെ കൊള്ളക്കാരനായിരുന്ന ഒരാളായിരുന്നു. അതായത് കാട്ടാളനായ രത്നാകരൻ കൊള്ളയും കൊലയും നടത്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സപ്തർഷികൾ ആ കാരണത്തിലൂടെ കടന്നു വരുന്നു. കയ്യിലുള്ളതൊക്കെ കൊടുക്കുവാൻ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ്, ഞങ്ങളുടെ കയ്യിൽ തരാൻ പറ്റിയ യാതൊന്നുമില്ലെന്ന് പറഞ്ഞു നോക്കി. എന്നിട്ടും രത്നാകരന് അത് വിശ്വാസമായില്ല. ജീവൻ വേണമെങ്കിൽ എല്ലാം തന്നോളൂ, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കോളൂ. രത്നാകരൻ്റെ വാണിങ്ങി കേട്ട് സപ്തർഷികൾ പുഞ്ചിരിച്ചു. രത്നാകരൻ പോലും അത്ഭുതപ്പെട്ടു. ആദ്യമായിട്ടാണ് മരിക്കുന്ന കാര്യം കേട്ട് ചിരിക്കുന്നവരെ കാണാനിടയാകുന്നത്. പണ്ട് അമ്മയുടെ കൗമാരപ്രായത്തിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ നോക്കി അമ്മയും ചിരിച്ചു. അയാൾ പറഞ്ഞു, നീ നിൻ്റെ ആട്ടവും പാട്ടുമൊക്കെ നിർത്തണം, അല്ലെങ്കിൽ നിൻ്റെ ശവം ഈ കായലിലൂടെ ഒഴുകുന്നത് നാട്ടുകാർ കാണും. അമ്മയുടെ മറുപടി സപ്തർഷികളെപ്പോലെ ശാന്തമായിട്ടായിരുന്നു. ശരീരത്തെയല്ലേ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കൂ, ആത്മാവിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ശരീരമല്ല എന്ന് എന്നേ അറിഞ്ഞു കഴിഞ്ഞു. കൊല്ലാൻ വന്ന ആൾ കോപം കൊണ്ടലറി. അയാൾ കൈ ഉയർത്തിക്കൊണ്ട് അമ്മയുടെ നേരെ നടന്നെടുത്തു. പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായി. അയാൾ നിലത്ത് വീണു. ആശുപത്രിയിൽ കിടക്കുമ്പോൾ അമ്മ സ്വയം പാകം ചെയ്ത ആഹാരവുമായി അവിടെ എത്തി. ഭക്ഷണം ഉരുട്ടി അയാളുടെ വായിൽ വെച്ചു കൊടുത്തു. പശ്ചാത്താപ വിവശനായ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയോട് മാപ്പ് ചോദിച്ചു. മഹാത്മാക്കൾ അങ്ങനെയാണ് മനുഷ്യ മനസ്സുകളെ കീഴടക്കുന്നത്. മഹാമുനിമാർ മന്ദസ്മിതത്തോടെ കാരുണ്യത്തോടെ കാട്ടാളനെ നോക്കുന്നു. വളരെ സ്നേഹവാത്സല്യത്തോടെ ചോദിച്ചു, കുഞ്ഞേ, നീ എന്തിനാണ് ഈ പാപകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? രത്നാകരൻ പറഞ്ഞു, തൻ്റെ കുടുംബത്തിനു വേണ്ടിയാണ്. മഹർഷിമാർ വീണ്ടും ചോദിച്ചു, നീ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം പങ്കുവയ്ക്കാൻ നിന്റെ കുടുംബാംഗങ്ങൾ തയ്യാറാകുമോ? തീർച്ചയായും. രത്നാകരന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്ന് പോയി ചോദിച്ചിട്ട് വരൂ. രത്നാകരൻ തൻ്റെ കുടിലിലേക്ക് ഓടിച്ചെന്നു. ഭാര്യയോട് ചോദിച്ചു, നമ്മുടെ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കൊള്ളയും കൊലയും ഒക്കെ ചെയ്യുന്നത്. ഈ പാപകർമ്മങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനുഭവിക്കുവാൻ നിങ്ങളും തയ്യാറാകില്ലേ? ഭാര്യ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം ഭാര്യയെയും മക്കളെയും പോറ്റേണ്ടത് ഭർത്താവിൻ്റെ ധർമ്മമാണ്. അതിനുവേണ്ടി നിങ്ങൾ അധർമ്മം ചെയ്താൽ അതിൻ്റെ ഫലം പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാകൂ. മറ്റാർക്കും അതിൽ പങ്കുണ്ടാവില്ല. ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു സത്യം ഓർമ്മിപ്പിക്കുകയായിരുന്നു യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത കാട്ടുജാതിക്കാരിയായ ഒരു സാധാരണ സ്ത്രീ. രത്നാകരന് അവൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നു.
താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഈ ലോകത്തിൽ നാം ഒറ്റയ്ക്കാണെന്ന് അറിയണം. നമ്മുടെ സൗഭാഗ്യങ്ങൾ പങ്കിടാൻ ധാരാളം പേരുണ്ടാകും. പക്ഷേ പാപഭാരങ്ങൾ ഏറ്റെടുക്കാൻ ആരുമുണ്ടാകില്ല. നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കാൻ ആരുമുണ്ടാവില്ല. അത് നാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നു. താൻ ഒറ്റയ്ക്കാണ് എന്ന് ബോധമുണ്ടായപ്പോൾ രത്നാകരൻ ഭ്രാന്തനെ പോലെ മുനിയുടെ അടുത്തേക്ക് ഓടി. ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ഈ ഭാവഭാരങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. മഹർഷി രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. രാമമന്ത്ര ജപത്തിലൂടെ രത്നാകരൻ വാൽമീകി മഹർഷിയായി മാറുന്നു. ആദികാവ്യം രചിച്ച് തലമുറകളെ പാപവിമുക്തനാക്കിയ മഹാമുനിയായി. തൃശൂർ ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സ്കൂളിലെ കർക്കടക ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. വൈവിധ്യവും സ്വാദിഷ്ടവുമായ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വേറിട്ട രുചികൾ കുട്ടികൾക്കും കൗതുകമായി. ഫാസ്റ്റ് ഫുഡിന്റെയും ജങ്ക് ഫുഡിന്റെയും കാലത്ത് പണ്ട് നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിച്ചിരുന്ന തനി നാടൻ വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കിയ 350-ലധികം സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഫുഡ് ഫെസ്റ്റിൽ വേറിട്ട കാഴ്ചയൊരുക്കി. വ്യാസവിദ്യാനികേതനിൽ സംഘടിപ്പിച്ച 5ാമത് കർക്കിടക ഫുഡ് ഫെസ്റ്റാണ് ശ്രദ്ധ നേടിയത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത പുരാതനവും പ്രകൃതി വിഭവങ്ങളും അടങ്ങിയ പഴയകാല രുചി വിഭവങ്ങളുടെ വലിയൊരു കാഴ്ചയായിരുന്നു സ്കൂളിലെ മാതൃസമിതി സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റ്. ആശാളി ലഡു, ഉലുവ പായസം, കരിനൊച്ചി, കൂട്ട്, വാഴപ്പിണ്ടി, ഉപ്പിലിട്ടത്, വാഴക്കൂമ്പ്, പത്തിലത്തോരൻ, ചങ്ങലം പരണ്ട ചമ്മന്തി, വാഴക്കൂമ്പ് ബജ്ജി, കൂവ ഹൽവ, ചുക്ക് കുറുക്ക്, മത്തൻ പൂവ് ബജ്ജി തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഫെസ്റ്റിവലിൽ രുചി നിറച്ചത്. അന്യം നിന്നു പോകുന്ന ഔഷധ ഗുണങ്ങളുള്ള രുചികളെ തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയത്. 350-അധികം വിഭവങ്ങൾ നമ്മുടെ അമ്മമാർ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പല വിഭവങ്ങളുടെ പേരും നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. അതിൽ ഏറ്റവും ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും കൂടി പരിഗണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ 5 വർഷവും തുടർച്ചയായി നടക്കുന്ന ഒരു ഫുഡ് ഫെസ്റ്റാണിത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളിലേക്ക് പഴയ കാലത്തെ വിഭവങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. നാഷണൽ ആയുഷ്മാൻ പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ രാജരാജേശ്വരി TR ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനു ഫെസ്റ്റിവലിൽ അധ്യക്ഷത വഹിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അമൃത ന്യൂസ്, തൃശൂർ. നവപ്രതിഭാ സാഹിത്യവേദിയുടെ ഈ വർഷത്തെ ദൃശ്യമാധ്യമ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അമൃത TV സീനിയർ സബ് എഡിറ്റർ ഐശ്വര്യ RS അർഹയായി. ഓഗസ്റ്റ് 8-ന് നടക്കുന്ന നവപ്രതിഭാ സാഹിത്യവേദിയുടെ അർദ്ധവാർഷിക പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും. തിരുവനന്തപുരം തൈക്കാട് ചിത്തരഞ്ജൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര താരം MR ഗോപകുമാർ പുരസ്കാരം സമ്മാനിക്കും.